ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, എനിക്കിഷ്ടമായ ഒരു ഹോബിയും കൂടിയാണ് കേട്ടോ. ചെടി വളർത്തൽ, അതുപോലെ പച്ചക്കറി, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, മുളക്, കുരുമുളക്, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പക്ഷേ നമുക്ക് കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ മുറ്റത്ത് എങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മളുള്ള സ്ഥലത്ത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് ആദ്യമേ ഇഷ്ടമുള്ളൊരു സംഭവമാണ് നല്ല പൂക്കളുള്ള ചെടികളോട്. അപ്പം ഞാൻ നമ്മൾ വീടൊക്കെ ആയ ഉടനെ ചെയ്തു തുടങ്ങിയൊരു കാര്യമാണ് കേട്ടോ, ചെടികൾ വളർത്തുക എന്നുള്ളത്. നമുക്ക് രാവിലെ ആയാലും വൈകിട്ടായാലും ഒന്ന് ഇറങ്ങി നമുക്ക് മനസ്സിനൊരു എന്താ പറയുക, ഒരു റിലാക്സ് കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ചെടി വളർത്തുക എന്നുള്ളത്. ചെടികൾ, ചട്ടികൾ, അതുപോലെ നല്ല നല്ല ഭംഗിയിൽ ചെയ്തു വെക്കുക എന്നുള്ളത്. അപ്പം ഞാനിത് വെച്ചിട്ടുള്ളത് നമ്മൾ അടുക്കള വാതിൽ തുറക്കണ ഭാഗത്താണ് കേട്ടോ. എന്താ വെച്ചാൽ നല്ലോണം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ അടുക്കള ഭാഗം. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് വാതിൽ തുറക്കുമ്പോൾ നമുക്ക് നല്ല പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിനും കൂടിയായിട്ട് വെച്ചാൽ കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ് കേട്ടോ. ലവ് ബേഡ്സ് 4 ആളുണ്ട്. പിന്നെ ഇതാ നമ്മൾ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു സംസാരിക്കണ ഒരു മൈനുള്ളത്, ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിതാ തെച്ചി വർഗത്തിൽ പെട്ടതുണ്ട്, അതുപോലെ ഇതാ ഹൈഡ്രേഞ്ച്, ഒരേ ടൈപ്പ് തന്നെ പല കളേഴ്സ് ചെടികളൊക്കെ വളർത്തുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതാ ചെമ്പരത്തിയൊക്കെ ഞാൻ 3-4 ടൈപ്പ് വെച്ചിട്ടുണ്ട്. അതാ ഇത് നല്ലൊരു ഓറഞ്ച് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു ഡാർക്ക് റെഡ്, അതുപോലെ പിങ്ക്, റെഡിഷ് പിങ്ക് കളറുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതാ പിന്നെ നമ്മൾ ബോഗൺവില്ല എന്ന് പറയുന്ന കടലാസ് പൂവുണ്ടല്ലോ, ഈ കടലാസ് പൂവിനെ എൻ്റെ അടുത്ത് 13 ടൈപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതുമാണ്, അതുപോലെ എവിടെന്നെങ്കിലും കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ച് പിടിപ്പിച്ചതുണ്ട് കേട്ടോ. കടലാസ് പൂവൊക്കെ നല്ല സിമ്പിൾ ചെറിയ പീസൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ പിടിപ്പിച്ചെടുക്കട്ടോ. ഇങ്ങനെ നമുക്കൊരു വരുമാന മാർഗ്ഗമൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റിനൊക്കെ നല്ല ഡിമാൻഡാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് കവറുകളോ അല്ലെങ്കിൽ കുറച്ച് മണ്ണൊക്കെ റെഡിയാക്കിയിട്ട് കവറുകളിലായാലും ചെറിയ പോട്ടുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ 200-300 രൂപയൊക്കെ ഏകദേശം ഒരു ചെടിക്കൊക്കെ ഇപ്പോൾ റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഈ 300 രൂപേൻ്റെ ചെടിയൊക്കെ. അതൊക്കെ എനിക്ക് എന്താ പറയുക, ഞാൻ എല്ലാവർക്കും എൻ്റെ അടുത്തു നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോകണവർ അവർ വാങ്ങുമ്പോൾ എനിക്കും തരുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കാണുമ്പോൾ ഒരുവിധം കസ്റ്റമേഴ്സ് വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പൊട്ടിച്ചുകൊണ്ടുപോകാറുണ്ട്. അവരുടെ വീട്ടിലുള്ളത് അവരെനിക്ക് കൊണ്ടു തരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റിൻ്റെ മോഡൽസാണ്. അപ്പോൾ 200 സംതിങ്ങിൻ്റെത്, 100 സംതിങ്ങിൻ്റെത്, 300 സംതിങ്ങിൻ്റെ ഒക്കെ റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതിലൊക്കെ അധികം വരുന്നത്. അപ്പോൾ ഇതായി ബിഗോണിയ, അഗ്ലോണിമ, ആ ഒരു വർഗത്തിൽപ്പെട്ട സംഭവങ്ങളാണൊക്കെ. കറക്റ്റ് എനിക്ക് മുഴുവൻ പേരുകളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് വരുന്ന കളറിനൊക്കെ 300 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അവരെനിക്ക് അതിൽ ഒരു പീസ് തന്നതാണ്. പിന്നെ അവർക്ക് പിടിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിച്ചതായിരുന്നു ഇതൊക്കെ ഇവിടെ കടയിൽ പോയിട്ട്. ഇപ്പോൾ ഇതാ നഴ്സറികളിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് പോയാൽ ഇതൊക്കെ പല ടൈപ്പ് നമുക്ക് വീട്ടിൽ ഉള്ളിൽ വെച്ചിട്ടും പുറത്ത് വെച്ചാലൊക്കെ വളർത്താൻ പറ്റിയ ചെടികളാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിച്ചാൽ മാത്രം മതി. നല്ല ഭംഗിയാണ് ഈ ചെടികളൊക്കെ. അപ്പോൾ ഈ ചട്ടികൾ ഈ സ്ക്വയർ വരുന്ന ചട്ടികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതും കൂടിയാണ് കേട്ടോ വീട്ടിൽ. അതുപോലെ സാൻഡും സിമെൻറ്റും വെച്ചിട്ട് നമ്മൾ മോൾഡ് വെച്ചിട്ട് വാർത്തെടുത്തതാണ്. ഇതൊക്കെ ഓർക്കിഡ് ടൈപ്പിൽ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. വയലറ്റ്, അതുപോലെ വൈറ്റ്, 2 കളേഴ്സും കൂടി മിക്സ് ആയതുകൊണ്ട് ആ ഒരു കളർ ഇപ്പോൾ പൂവിട്ടിട്ടില്ല. അതുപോലെ ഈ ഒരു ചെടികളും പല ടൈപ്പിലുണ്ട്. കടലാസ് പൂവ് തന്നെ ഇപ്പോൾ പൂവിട്ട് വരുന്ന ടൈമുണ്ട്. ഡിസംബറിലാണ് ശരിക്കും പൂവിട്ട് വരിക. അപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കും നമുക്കൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നിച്ച് പൂത്ത് നിൽക്കണത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വല്ലാതെ വള്ളിയായിട്ട് പോവാതെ കട്ട് ചെയ്ത് നിർത്തിയാലും നല്ല വൃത്തിയാണ് ഈ കയറും ഈ ഒരു കടലാസ് പൂവൊക്കെ പൂവിട്ട് കാണാൻ. അപ്പോൾ നമ്മളടുത്ത് വൈറ്റ് ഉണ്ട, അതുപോലെ റെഡ്, പിങ്ക്, യെല്ലോ ഒക്കെ നല്ല ഉണ്ടായിട്ട് വരുന്ന കടലാസ് പൂക്കളുണ്ട്. അതുപോലെ സിംഗിളായിട്ട് വരുന്ന ഒറ്റ പൂവിടുന്ന ആ ഒരു ടൈപ്പിലുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ പല ടൈപ്പിലുള്ള ചെടികൾ ഒന്നിച്ച് പൂത്തിക്കണ കാണാനും നല്ല ഭംഗി. ഇതിലും 2-3 കളേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞയൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ ഓറഞ്ചും, ഇത് ഡാർക്ക് റെഡാണ്, ഇതിൽ ലൈറ്റ് ഓറഞ്ചും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ റോസ് വല്ലാണ്ട് എൻ്റെ അടുത്ത് ഉണ്ടാവാത്തൊരു ചെടികളാട്ടോ. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ വെച്ച് പിടിപ്പിച്ച് വെക്കും. ഇത് 2 കളർ ജമന്തിയാണ് കേട്ടോ. അതുപോലെ 10 മണി 3-4 കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കുറവാണ്. പക്ഷെ ഇനി വെയിലുള്ളിടത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഒന്നിച്ചൊരേപോലെ നല്ല ഒന്നും കണ്ണികളൊക്കെ പൊട്ടി വന്നിട്ട് പൂവിട്ട് കൊടുക്കും. ഇനിയൊക്കെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്നുകൊണ്ട് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തൊക്കെ പുതിയ ഇതൊക്കെ വന്നിട്ട് പൊടിപ്പുകളൊക്കെ വന്നിട്ട് അതിലൊക്കെ പൂവിടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരേപോലെ ചട്ടി വെച്ചിട്ട് നമ്മൾ കിണറിൻ്റെ പടവിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നിച്ച് പൂവിട്ടിക്കണ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു 10 മണിച്ചെടികളൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് ബാക്കിൽ ഭാഗത്തായിട്ട് കുറച്ച് ഭാഗത്ത് നമ്മൾ പച്ചക്കറി, അതുപോലെ മുളക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതും ഉണ്ടാക്കിയിട്ടാണ്. കുറ്റിക്കുരുമുളക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാട്ടോ. 2 ചെടിയുണ്ട്. അപ്പോൾ എന്നും നമുക്ക് കുരുമുളക് നുള്ളാൻ കിട്ടും കേട്ടോ ഇതിമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് നുള്ളിയിട്ട് വലിയ വള്ളിയും ഇതിമത്തെ വള്ളിയുമത്തെ കൂടെ എടുത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വർഷത്തേക്കുള്ള കുരുമുളക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ചപ്പ് അറിയും എല്ലാവർക്കും. 2 പുതിനായിട്ടും എന്താ പറയുക മല്ലിച്ചപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് അയമോദകം ഉണ്ടല്ലോ, നമ്മൾ വയറിൻ്റെ അസുഖത്തിനൊക്കെ കഴിക്കുന്ന ആ ഒരു മരം ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഇത് ഒറിജിനൽ അയമോദകം തന്നെ. ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് കഴിച്ചാൽ വയറിനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അതുപോലെ ദഹനക്കേട്, ഗ്യാസ് ട്രബിളിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നീളൻ പപ്പായ, അതിൻ്റെ ഒരു മരം വെച്ച് പിടിപ്പിച്ചതാണ്. 2 തൈ ഇതിലുണ്ടായിരുന്നു. ഉണ്ടമുളക് എന്ന് പറഞ്ഞൊരു മുളകാണ് ഇത്. ഞാൻ ഒരു പരീക്ഷണാർത്ഥം കുരുമുളക് ഞാൻ പാകി മുളപ്പിച്ചതാണ് കേട്ടോ. ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് വയലറ്റ് മുളകാണ്. ഇതൊക്കെ നമ്മൾ വിത്തുകൾ പാകി മുളപ്പിച്ച് പോട്ടുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ മിശ്രിതം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് പല ടൈപ്പ് വിത്തുകളൊക്കെ പാകി വെച്ചതാണ്. ഒക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ചീര എല്ലാ വർഷവും എനിക്ക് ഇഷ്ടം പോലെ ചീര ഉണ്ടാണ്. ഇപ്പോഴും നമ്മൾ പിടിപ്പിച്ച് തുടങ്ങണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും വേറൊരു ടൈപ്പ് ചീരയാണ്. എന്താ പറയുക, ഇതിന് മലായി മുരിങ്ങ എന്നൊക്കെ ചില സ്ഥലത്ത് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഫുഡാക്കി കഴിക്കാനൊക്കെ, തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മണ്ണും അതുപോലെ ചാണകപ്പൊടി, കരിയില അങ്ങനെ നിറച്ച ചാക്കുകളിലാണ് കേട്ടോ പച്ചക്കറിയൊക്കെ നട്ടിട്ടുള്ളത്. മത്തന്, അതുപോലെ കക്കരി, പയറ്, കയ്പ, പിന്നെ വെണ്ട എല്ലാം നമ്മൾ നട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വലിയ കറിവേപ്പ് മരം. ചെറിയൊരു മരം വെച്ചത് അപ്പോൾ വലിയതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പായൊക്കെ നമുക്കിപ്പോൾ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ മുള്ളൻ ചക്ക, അതൊക്കെ നമ്മൾ മുറ്റത്തന്നെ ഉണ്ടോ വളർത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ വലിയ നല്ല അയമോദകത്തിൻ്റെ മരമാണ്. പിന്നെ വലിയ കുരുമുളകിൻ്റെ ഒരു വള്ളി നമ്മളിതാ പിടിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൽ നിന്നാണ് നമ്മൾ കുരുമുളക് നുള്ളിയെന്ന് പറഞ്ഞത് കേട്ടോ, വലിയ കുരുമുളക് വള്ളിയിൽ. അപ്പോൾ ഇതാ നമ്മൾ കുരുമുളക് ഉണക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് ഒരു വീട്ടാവശ്യത്തിന് വേണ്ട കുരുമുളകൊക്കെ ഒരു വർഷത്തേക്കുള്ളത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് മെനക്കെട്ടാൽ നമുക്ക് അത്യാവശ്യത്തിന് എല്ലാ സംഭവങ്ങളും കിട്ടും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കും. വേണ്ടവർക്ക് ഇതൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.